Hi, Assalamu alaikum. How are you? How is your days going? Okay, now we are going to discuss our chapter, his first flight, last part. Do you remember our previous class? Where were you stopped? Do you remember? Okay, listen. First, you read with me. Then a monstrous terror seized him, and his heart stood still. He could hear nothing, but it only lasted a moment. The next moment, he felt his wings spread outwards. The wind rushed against his breast feathers, then under his stomach and against his wings. അതെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എന്തായിരുന്നു പഠിച്ചേ? കഥയുടെ ഭാഗം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ അല്ലേ? എന്തായിരുന്നു? സീകൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുക അല്ലേ? അവൻ്റെ അമ്മ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു മീൻ കൊത്തിപ്പിടിച്ച് അവൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. അവൻ്റെ എന്താണ് കൊക്കിൻ്റെ അടുത്തേക്ക് വന്നിട്ട് തിരിച്ചവരെന്ത് ചെയ്യാണ്? താഴോട്ട് പറക്കുകയാണ് ചെയ്യുന്നത്. അത് കാണുമ്പോൾ അവനെന്താണ്? വിശപ്പ് സഹിക്കാതെ ഇരിക്കുകയാണ് സീകൾ എന്നൊക്കെ നമുക്കറിയാം. അവൻ ആ ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട് അവനക്ക് ആ ഫുഡ് കിട്ടിയില്ല. എന്നുവെച്ചാൽ വിശപ്പാണ്, മുന്നിൽ കാണുന്ന ഫുഡ് അമ്മ കൊണ്ടുവന്നിരിക്കുന്നത്, പക്ഷെ അത് കിട്ടുന്നില്ല. അമ്മ എന്തുകൊണ്ടോ അമ്മയ്ക്ക് അവൻ്റെ അടുത്തേക്ക് വരാൻ പറ്റാത്ത കണ്ടീഷൻ എന്നവന് മനസ്സിലായപ്പോൾ അവൻ്റെ ആ അവസ്ഥയുണ്ടല്ലോ, പറക്കാനുള്ള ഒരു പേടി, അതൊക്കെ അവൻ മറന്നുപോയി. അവനക്ക് എന്തെന്നില്ലാത്തൊരു ആവേശം. then a monstrous terror seized him and his heart stood still. അതെ, വിശപ്പ് നമുക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല അല്ലേ? വിശന്ന് കഴിഞ്ഞാലാണ് ചില മനുഷ്യരൊക്കെ ക്രൂരന്മാരാവുന്നതൊക്കെ എങ്ങനെയാണ്? വിശപ്പ് സഹിക്കാൻ കഴിയാതാവുമ്പോഴാണ് പലരെയും കൊല്ലുന്നതൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ? അപ്പൊ ഇവിടെ നമ്മൾ സീകളിനുള്ള മെയിൻ പ്രശ്നം എന്താണ്? വിശപ്പ് അല്ലെ? വിശപ്പ് അവനക്ക് സഹിക്കാൻ കഴിയുന്നില്ല. മുന്നിൽ ഫുഡ് ഉണ്ട്, അത് എടുക്കുക എന്നുള്ള ഉദ്ദേശം മാത്രമേ ഉള്ളൂ. അവൻ ചുറ്റുപാടൊക്കെ മറന്നുപോയി. അവൻ എന്താ ചെയ്യുന്നതെന്ന് അവനക്ക് തന്നെ അറിയാത്തൊരവസ്ഥയായി. then a monstrous terror seized him and his heart stood still. എന്തോ ഒന്ന് ശരീരത്തിലൂടെ അവൻ എന്ത് ചെയ്തു? പോയി. അവൻ്റെ ഹാർട്ടൊക്കെ ഇങ്ങനെ ഇടിക്കാൻ തുടങ്ങി. he could hear nothing. അവനക്കൊന്നും കേൾക്കുന്നുണ്ടായിരുന്നില്ല. but it only lasted a moment. the next moment he felt his wings spread outwards. പക്ഷെ അവൻ എന്ത് ചെയ്യണേ? ആ ഫുഡ് മാത്രം അവന് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുള്ളൂ. അവൻ്റെ അമ്മ വരുന്നു, ഫുഡ് എനിക്ക് തരുന്നുള്ള പ്രതീക്ഷയിൽ നിൽക്കുന്ന സമയത്ത് അമ്മ എന്ത് ചെയ്യണേ? അടുത്തേക്ക് വന്നിട്ട് അമ്മ അവിടുന്ന് വിട്ടു പോകുമ്പോൾ അവനക്ക് ചുറ്റുപാട് അവൻ മറന്നുപോയി. അവനെ തന്നെ മറന്നുപോയി. അവൻ എവിടെ നിൽക്കുന്നതെന്ന് മറന്നുപോയി. അവൻ്റെ കഴിവുകളെ കുറിച്ച് അവൻ എന്താണ് എന്നുള്ളത് തന്നെ അവൻ എന്ത് ചെയ്തു? മറന്നുപോയി. അടുത്ത നിമിഷം തന്നെ അവൻ എന്ത് ചെയ്തു? but it only lasted a moment. the next moment he felt his wings spread outwards. അവൻ അറിയാതെ തന്നെ അവൻ്റെ ചിറകുകൾ എന്ത് ചെയ്തു? ആ എയറിൽ ഇങ്ങനെ പറക്കാൻ തുടങ്ങി. outwards. the wind rushed against his breast feathers. അവൻ്റെ ചിറകുകൾക്കുള്ളിലൂടെ ഒരു കാറ്റിങ്ങനെ പാറിപ്പോവാൻ തുടങ്ങി. വെച്ചാൽ അവൻ്റെ ചിറകുകൾ വിടർത്തി ആ ചിറകുകൾ അടിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു എയർ, breast feathers, then under his stomach and against his wings. അവൻ്റെ വിങ്സ് എന്ത് ചെയ്യണേ? ആ കാറ്റിലിങ്ങനെ അടിക്കുമ്പോൾ അവൻ്റെ ശരീരത്തിലേക്ക് ഒരു കാറ്റിങ്ങനെ വരാൻ തുടങ്ങി. പക്ഷെ അവനക്ക് അറിയുന്നില്ല അവൻ്റെ ചിറകുകൾ അവൻ ഉയർത്തിയെന്നോ അവൻ പറക്കാൻ ഇങ്ങനെ പോവുകയാണെന്നൊന്നും അവൻ അറിയുന്നില്ല. എന്നുവെച്ചാൽ അവൻ്റെ കോൺസെൻട്രേഷൻ ഫുള്ളായിട്ട് അമ്മേൻ്റെ അടുത്തുള്ള ആ ഒരു ഫിഷിലായിരുന്നു. got it? next, monstrous means frightening. he could feel the tips of his wings cutting through the air. He was not falling headlong now. He was soaring gradually downwards and outwards. He was no longer afraid. He just felt a bit dizzy. Then he flapped his wings once and he soared upwards. He could feel the tips of his wings. അതെന്താണ്? he could feel the tips of his wings cutting through the air. അവനെ അറിയുന്നില്ല അവൻ്റെ ചിറകുകൾ ഈ എയറിലാണ് അവൻ നിൽക്കുന്നതെന്ന് പോലും അവൻ മറന്നുപോയി. he was not falling headlong now. അവന് പറന്നിട്ടുണ്ട്, അല്ലെങ്കിൽ അവൻ എന്ത് ചെയ്യുന്നു? അവൻ ചിറകുകൾ ഉപയോഗിച്ച് അവൻ പറക്കുന്നുണ്ടെന്ന് അവൻ മറന്നുപോയി. he was soaring gradually. അവന് അറിയാതെ തന്നെ ഇങ്ങനെ മുകളിലേക്ക് പറന്നു പോവാണ്. downwards and outwards. അവൻ്റെ മൈൻഡിൽ എന്ത് ചെയ്യണേ? ഫുള്ള് ആ ഒരു ഫുഡ് എന്നുള്ള തോട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അവന് മുകളിലേക്കും താഴേക്കും അവൻ എന്ത് ചെയ്യുന്നുണ്ട്? പറക്കുന്നുണ്ട്. പക്ഷെ അവൻ അറിയുന്നില്ല. എന്നുവെച്ചാൽ അവനക്ക് എന്തിനായിരുന്നു പേടി ഉണ്ടായിരുന്നത്? ആ കടലിന്റെ മുകളിലൂടെ പറക്കാനായിരുന്നു പേടി ഉണ്ടായിരുന്നത്. പക്ഷെ ഇപ്പൊ അവന് അതൊന്നും ശ്രദ്ധിക്കാതെ ഫുഡ് എന്നുള്ള ആ ഒരു കോൺസെൻട്രേഷൻ അത് വെച്ചിട്ട് മാത്രം അവൻ എന്ത് ചെയ്യാണ്? പോവാണ്. ഹി വാസ് നോ ലോങ്ങർ അഫ്രൈഡ്. ഹി ജസ്റ്റ് ഫെൽറ്റ് എ ബിറ്റ് ഡിസി. അവനക്ക് എന്താണ്? അവനക്ക് പേടിയൊന്നും അപ്പൊ തോന്നിയില്ല. പക്ഷെ അവനക്ക് തല കറങ്ങും. ഡിസി മീൻസ് തല കറങ്ങൂല, അതിനാണ് ഡിസി എന്ന് പറയുന്നത്. അവനക്ക് ജസ്റ്റ് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നുന്നു. വെച്ചാൽ മുന്നിൽ പരന്നു കിടക്കുന്ന കടലാണ്.
Then he flapped his wings once and he soared upwards. അവനെന്ത് ചെയ്യാൻ, അവൻ പറന്നും ചെയ്തു അവിടുന്ന്. പിന്നെ നോക്കുമ്പോൾ എന്താണ് മുന്നിൽ പരന്നു കിടക്കുന്ന കടൽ കണ്ടപ്പോൾ അവനക്ക് തല കറങ്ങുന്ന പോലെയൊക്കെ ചെയ്തു. പക്ഷെ അവന് കുറച്ചും കൂടി ചിറകുകൾക്ക് ശക്തി കൊടുത്ത് മുകളിലേക്ക് പാറിപ്പറക്കാൻ തുടങ്ങി. നെക്സ്റ്റ്, സോറിങ് ഗ്രാജ്വലി മീൻസ് ഫ്ലൈയിങ് ഓർ റൈസിങ് ഹൈ ഇൻ ദ എയർ. എയറിലേക്ക് ഇങ്ങനെ മുകളിലേക്ക് പോകുന്നതിനാണ് എന്ത് പറയുന്നത്, സോറിങ് ഗ്രാജ്വലി. പിക്ചർ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്, he just felt bit dizzy. Dizziness is the feeling of being light-headed, woozy, unbalanced. ഈ തല കറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഒരു പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ്, he uttered a joyous scream and flapped them again. He soared higher. He raised his breast and banged against the wind. Gaw, 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 gaw. എന്താണ്, ഹി അട്ടേർഡ് എ ജോയ് സ്ക്രീംസ് ആൻഡ് ഫ്ലാപ്പ് ദം അഗെയിൻ. അവൻ പറന്നു എന്നുള്ളത് അവനക്ക് തന്നെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. അവൻ എന്ത് ചെയ്യണം, ഭയങ്കര സന്തോഷത്തിൽ ശബ്ദം ഉണ്ടാക്കുകയാണ്. ഹി സോഡ് ഹയർ, അവൻ എന്ത് ചെയ്യണം, ഏറ്റവും മുകളിലേക്ക്, നല്ല മുകളിലേക്ക് പറന്നുപോയി. ഹി റൈസ്ഡ് ഹിസ് ബ്രസ്റ്റ് ആൻഡ് ബാങ്ക്ഡ് അഗെയിൻസ്റ്റ് ദ വിൻഡ്. അവൻ എന്താണ്, കാറ്റിലുള്ള ചിറകുകൾ ഇട്ട് അടിച്ചുകൊണ്ട് അവൻ പറന്ന് മുകളിലേക്ക് പോവാണ്. അതുവരെ പറക്കാൻ പേടിയുള്ള ഒരാളായിരുന്നു. പക്ഷെ എന്തോ ഒരു ആവേശത്തിൽ അവൻ എന്ത് ചെയ്യണം, എടുത്ത് ചാടി. പിന്നെ അവനക്ക് മുന്നിലേക്ക് നോക്കുമ്പോൾ, താഴോട്ട് നോക്കുമ്പോൾ എന്താണ്, പരന്നു കിടക്കുന്ന കടൽ. അത് കാണുമ്പോൾ അവനക്ക് തല കറങ്ങുന്ന പോലെയൊക്കെ ഉണ്ട്. അപ്പം മുകളിലേക്ക് പറക്കാൻ തുടങ്ങി. നെക്സ്റ്റ്, ഫ്ലാപ്ഡ് മീൻസ് ഓഫ് എ ബേർഡ് മൂവ് ഇറ്റ്സ് വിങ്സ് അപ്പ് ആൻഡ് ഡൗൺ വെൻ ഫ്ലൈയിങ് ഓർ പ്രിപ്പയറിംഗ് ടു ഫ്ലൈ. ഗോട്ട് ഇറ്റ്? നെക്സ്റ്റ്, his mother swooped past him, her wings making a loud noise. He answered her with another scream. Then his father flew over him screaming. Then he saw his two brothers and sister flying around him, soaring and diving. പിന്നെ കാണുന്ന എന്താ, അമ്മയ്ക്ക് ഭയങ്കര സന്തോഷമായി. ഇതുവരെ എന്താണ്, പറക്കില്ല എന്ന് പറഞ്ഞിട്ട് പേടിച്ചിരുന്ന് അവൻ പറക്കാൻ തുടങ്ങിയപ്പോൾ അമ്മ അവൻ്റെ കൂടെ എന്ത് ചെയ്തു, പറക്കാൻ തുടങ്ങി. ഹിസ് മദർ swooped past him, അവനെ കടന്നുപോയി. ഹർ വിങ്സ് മേക്കിംഗ് എ ലൗഡ് നോയ്സ്, അവളുടെ ചിറകുകൾ അടിക്കുന്ന ശബ്ദം അവനക്ക് കേൾക്കായിരുന്നു. ഹി ആൻസേർഡ് ഹർ വിത്ത് അനദർ സ്ക്രീം. അപ്പോൾ അമ്മ വെച്ചുണ്ടാക്കിയപ്പോൾ ഇവനും എന്ത് ചെയ്യണേ, ശബ്ദം ഉണ്ടാക്കുകയാണ്. ദെൻ ഹിസ് ഫാദർ ഫ്ലൂ ഓവർ ഹിം. പിന്നെ നോക്കുമ്പോൾ എന്താണ്, ഫാദറും സിസ്റ്ററും ബ്രദറും ഒക്കെ അവനെ ചുറ്റി ഇങ്ങനെ എന്ത് ചെയ്യണേ, പറന്ന് നടക്കുന്നതാണ് അവൻ കാണുന്നത്. എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. നെക്സ്റ്റ്, swooped means especially of a bird move rapidly downwards through the air. എന്ത് ചെയ്യണം, മുകളിൽ താഴോട്ട് ഭയങ്കര സ്പീഡിൽ വരുന്നതിനാണ് എന്ത് പറയുന്നത്, swooped എന്ന് പറയുന്നത്. soaring means flying or rising high in the air. Got it? Next, then he completely forgot that he had not always been able to fly and commenced to dive and soar. Shrieking shrilly, he was near the sea now, flying straight over it, facing out over the ocean. Then he completely forgot that he had not always been able to fly. അവനക്ക് പറക്കാൻ കഴിയില്ല എന്ന് വിചാരിച്ചില്ല അവൻ ഇരുന്നേ. അത് അവനക്ക് ഓർമ്മ പോലുമില്ല. അവൻ ഫുള്ളായിട്ട് അത് മറന്നുപോയിരുന്നു. അവനെന്ത് ചെയ്യണം, അവന് ആൻഡ് കമൻസ് ടു ഡൈവ് ആൻഡ് സോർ. അവൻ താഴ്ന്നും പൊങ്ങിയും ഒക്കെ ഇങ്ങനെ പറന്ന് ശബ്ദം ഉണ്ടാക്കി. അങ്ങനെ എന്ത് ചെയ്യണം, അതിങ്ങനെ ആദ്യത്തെ അവൻ്റെ പറക്കലാണ്. അവനത് ഭയങ്കരമായിട്ട് ആസ്വദിക്കുന്നുണ്ടായിരുന്നു. ഹി വാസ് നിയർ ദ സീ നൗ, ഫ്ലൈയിങ് സ്ട്രൈറ്റ് ഓവർ ഇറ്റ്, ഫേസിങ് ഔട്ട് ഓവർ ദ ഓഷ്യൻ. അവൻ നേരെ എന്ത് ചെയ്യണേ, ആ കടൽ നോക്കി ഇങ്ങനെ പറന്ന് വരാൻ തുടങ്ങി. അവനക്ക് തോന്നിപ്പോകണ്ട അവൻ കടലിലേക്ക് വീണു പോവോ എന്ന്. Next, commenced means begin. Shrieking, making a high-pitched, piercing cry or sound. Shrieking means sound. He saw a vast green sea beneath him with little ridges moving over it. He turned his beak sideways and crowed amusedly. അവൻ നോക്കുമ്പോൾ അവൻ്റെ താഴെ എന്ത് ചെയ്യാണ്, പരന്ന് കിടക്കുന്ന പച്ചക്കളർ വെള്ളം. അതിലെന്ത് ചെയ്യണം, തിരമാലകൾ ഇങ്ങനെ അടിക്കുമ്പോൾ ഉണ്ടാവുന്ന വരകളാണ് റിഡ്ജസ് മൂവിങ് ഓവർ ഇറ്റ്. ഹി ടേൺ ഹിസ് ബീക്ക് സൈഡ്വേസ് ആൻഡ് ക്രൗഡ് അമ്യൂസ്ലി. അവനെന്ത് ചെയ്യണം, അവൻ്റെ ബീക്ക് ചുണ്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കിയിട്ട് അവനെന്ത് ചെയ്യാതെ ആസ്വദിച്ച് അതിന് മുകളിലൂടെ അങ്ങനെ പറക്കാൻ തുടങ്ങി. റിഡ്ജസ് മീൻസ് വാട്ടർ ഷെഡ്, അമ്യൂസ്ലി വിത്ത് അമ്യൂസ്മെന്റ്. നെക്സ്റ്റ്, parents and his brothers and sister had landed on this green floor in front of him. They were beckoning to him, calling shrilly. He dropped his lugs to stand on the green sea.
അപ്പോൾ അവൻ്റെ പാരൻസും ബ്രദേഴ്സും സിസ്റ്റേഴ്സും ഒക്കെ അവനക്ക് മുന്നേ വന്നിട്ട് ആ വെള്ളത്തിൽ അവരെന്ത് ചെയ്തു, വെള്ളത്തിൽ ഇറങ്ങി നിന്നാലല്ലേ അവർക്ക് മീൻ പിടിക്കാൻ, ഫിഷിനെ പിടിക്കാൻ കഴിയുള്ളൂ. അപ്പോൾ അവർ എന്ത് ചെയ്തിട്ടുണ്ട്, അതിന് മുൻപേ വന്നിട്ട് വെള്ളത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. എന്നിട്ട് അവനെ വിളിക്കുക, ദേ വേർ ബെക്കനിങ് ടു ഹിം, അവനെ വിളിച്ചു, അവന് താഴോട്ട് വരാൻ പറഞ്ഞു. കോളിംഗ് ഷ്രില്ലി ഹി ഡ്രോപ്ഡ് ഹിസ് ലങ്സ് ടു സ്റ്റാൻഡ് ഓൺ ദ ഗ്രീൻ സീ, അവന് പാറപ്പുറത്തൊക്കെ നിൽക്കുന്ന ആ ഒരു ഇതിൽ കാലുകൾ കുത്തി വെള്ളത്തിൽ നിൽക്കാൻ ശ്രമിച്ചു. Beckoning means called. His lungs sank into it. He screamed with fright and attempted to rise again, flapping his wings, but he was tired and weak with hunger, and he could not rise, exhausted by the strange exercise. His feet sank into the green sea, and then his belly touched it, and he sank no further. അപ്പോൾ ഹിസ് ലങ് സാങ് ഇൻ ടു ഇറ്റ്, അവൻ്റെ കാലുകൾ കുത്തി അവനെ വെള്ളത്തിൽ നിൽക്കാൻ ശ്രമിച്ചതാണ്. പക്ഷെ കാലുകൾ അതിലേക്ക് മുങ്ങിപ്പോയി, വെള്ളമല്ലേ, മുങ്ങിപ്പോയി. ഹി സ്ക്രീംഡ് വിത്ത് ഫ്രൈറ്റ് ആൻഡ് അറ്റംപ്റ്റ് ടു റൈസ് അഗെയിൻ, അവൻ പേടിച്ചിട്ട് ശബ്ദം ഉണ്ടാക്കി മുകളിലേക്ക് പറക്കാൻ ശ്രമിച്ചു. ഫ്ലാപ്പിംഗ് ഹിസ് വിങ്സ്, അവൻ്റെ ചിറകുകളിട്ട് ഇങ്ങനെ അടിക്കാൻ തുടങ്ങി. ബട്ട് ഹി വാസ് ടയേർഡ് ആൻഡ് വീക്ക് വിത്ത് ഹങ്കർ ആൻഡ് ഹി കുഡ് നോട്ട് റൈസ്, എക്സോസ്റ്റഡ് ബൈ ദ സ്ട്രേഞ്ച് എക്സസൈസ്. അവന് ഭയങ്കര ക്ഷീണിച്ചു പോയി, കാരണം ഭക്ഷണം കഴിച്ചിട്ടില്ല, വിശപ്പ് കാരണം ഒക്കെ. അവൻ എന്ത് ചെയ്യണേ, പിന്നെ അതല്ല ഈ സ്ട്രേഞ്ച് എക്സസൈസ്, ഇങ്ങനെ ഈ വെള്ളത്തിൽ അവന് അതുവരെ പരിചയമില്ല, അത്രയും ദൂരം പറക്കുന്നൊന്നും അവനക്ക് പരിചയമില്ലല്ലോ. അവൻ ആദ്യമായിട്ട് ചെയ്തതിൻ്റെ ആ ടയേർഡും എല്ലാം കാരണം അവൻ എന്ത് ചെയ്തു, ഭയങ്കര ക്ഷീണിച്ചു പോയിരുന്നു. ഹിസ് ഫാറ്റ് സാങ് ഇൻ ടു ദ ഗ്രീൻ സീ ആൻഡ് ദെൻ ഹിസ് ബെല്ലി ടച്ച്ഡ് ഇറ്റ് ആൻഡ് ഹി സാങ് നോ ഫർദർ. അവനെ അപ്പോഴാണ് മനസ്സിലാക്കിയത്, അവൻ്റെ കാലുകൾ വെള്ളത്തിൽ മുങ്ങിപ്പോയാലും അവൻ്റെ ബെല്ലി, അവൻ്റെ ആ വയർ ഭാഗമല്ലേ, അത് വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നില്ല, അവൻ വെള്ളത്തിൽ പൊങ്ങി കിടക്കുന്നതായിട്ട് അവനക്ക് ഫീൽ ചെയ്യുന്നത് അപ്പോഴായിരുന്നു. Got it? Next. He was floating on it, and around him his family was screaming, praising him, and their beaks were offering him scraps of dogfish he had made his first flight. He was floating on it. എന്താണ്, അവൻ ആദ്യമായിട്ടൊന്ന് മുങ്ങി. ഹി വാസ് ഫ്ലോട്ടിങ് ഓൺ ഇറ്റ് ആൻഡ് അറൗണ്ട് ഹിം ഹിസ് ഫാമിലി വാസ് സ്ക്രീമിങ്. അവനത് ചെയ്യുന്നത് കണ്ടപ്പോൾ എന്താണ്, അവൻ്റെ ഫാമിലി, ചുറ്റുമുള്ള ഫാമിലി ഭയങ്കര സന്തോഷത്തിൽ ശബ്ദം ഉണ്ടാക്കാൻ തുടങ്ങി. പ്രൈസിങ് ഹിം, അവനെ പുകഴ്ത്താൻ തുടങ്ങി. ആൻഡ് ദർ ബീക്സ് വെയർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ്. എന്താ, ആൻഡ് ദെയർ ബീക്സ്, അവരൊക്കെ എന്ത് ചെയ്യണേ, അവനക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോഗ് ഫിഷിനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. കാരണം ഇത് അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണല്ലോ. അപ്പം അതിൽ അവൻ എന്ത് ചെയ്യണം, സന്തോഷിപ്പിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അവനത് ചെയ്തു എന്നുള്ളതിന് അവനക്കൊരു സമ്മാനമായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യണേ, ഒരു ഡോഗ് ഫിഷിനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ദെയർ ബീക്സ് വെയർ ഓഫറിങ് ഹിം സ്ക്രാപ്സ് ഓഫ് ഡോഗ് ഫിഷ് ഹി ഹാഡ് മെയ്ഡ് ഹിസ് ഫസ്റ്റ് ഫ്ലൈറ്റ്. അങ്ങനെയാണ് അവൻ അവൻ്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് എന്ത് ചെയ്യുന്നത്, നടത്തുന്നത് അല്ലേ. പേടിച്ചിരുന്നുകൊണ്ട് കാര്യമല്ല, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ സമൂഹം മൊത്തം, അല്ലെങ്കിൽ നമ്മളുടെ ചുറ്റുപാടുള്ളവരൊക്കെ നമ്മളോട് പറയാണ് നിനക്കത് ചെയ്യാൻ കഴിയും എന്ന് പറയുമ്പോൾ നമ്മൾ പറയണേ എനിക്കത് ചെയ്യാൻ കഴിയില്ല. പക്ഷെ മറ്റുള്ളവർ ചെയ്യാൻ കഴിയും എന്ന് പറയുമ്പോൾ നമുക്ക് ആ കഴിവ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ എന്ത് ചെയ്യണം, അത് ചെയ്തു നോക്കണം. അവിടെ തോൽവിയോ ജയോ അത് നമ്മൾ എന്ത് ചെയ്യണ്ട, നോക്കേണ്ട ആവശ്യമില്ല. പക്ഷെ തോറ്റു എന്ന് വിചാരിച്ചാൽ അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യരുത്, പിന്മാറരുത്. വീണ്ടും ചെയ്തു നോക്കുമ്പോൾ ചിലപ്പോൾ നമുക്ക് അവിടെ വിജയം ഉണ്ടാവും. നമുക്ക് ഈ ലെസണിന് പ്രധാനമായിട്ട് പഠിക്കാനുള്ള ഒരു കാര്യം അത് തന്നെയാണ്. എന്താണ്, നമ്മൾ ഒന്നിനെയും എന്ത് ചെയ്യരുത്, പേടിച്ചിരിക്കരുത് എന്ന്. കോട്ടെ, ചെയ്തു നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്കത് കിട്ടും എന്നാണ് ഈ ലെസണിലൂടെ പറഞ്ഞു തരുന്നത്. കോട്ടെ, നെക്സ്റ്റ്. ഡോഗ് ഫിഷ് എന്ന് പറഞ്ഞാൽ ഒരിനം സ്രാവ്, ഒരു സ്രാവിനെയാണ് എന്ത് പറയുന്നത്, ഡോഗ് ഫിഷ് എന്ന് പറയുന്നത്. നമ്മൾ ഈ ലെസണിലൂടെ 3 തരം മീനുകളുടെ പേരൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട് അല്ലേ, 3 തരം ഫിഷിൻ്റെ. അതെന്തൊക്കെയാന്ന് ഓർമ്മയുണ്ടോ? ഓർമ്മയില്ലെങ്കിൽ ഇപ്പൊ ഒന്ന് ഓർത്ത് നോക്കൂ. Okay, thank you. Assalamu alaikum. See you soon.